ഇനി നമുക്ക് നടക്കാനുണ്ട്. ചങ്ങനാശ്ശേരിയിൽ പിന്നെ മതുമൂലൊക്കെയാണ് നമ്മുടെ ഓഫീസ്. ഞാനും ഗീറ്റിട്ട് ഇതേ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറേ നടന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇനി അവിടെ നമുക്ക് അങ്ങോട്ട് പോകണം. നടന്ന് കഴിഞ്ഞ് നടക്കാൻ ഞങ്ങൾ രണ്ടുപേരോടെ നടന്ന് അത് നമ്മുടെ ഗീച്ചേച്ചിയുടെ അമ്മയാണ്. ഗീച്ചേച്ചിയുടെ അമ്മ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെന്നും അമ്മേനെ ഒന്ന് വിളിച്ചിട്ടേ എന്നും പോകാറുള്ളൂ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ട്രാഫിക്കാണ്. ഇതിപ്പം നമുക്ക് കോട്ടയം ആലപ്പുഴ ഒക്കെ റൂട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഈ ഫ്രണ്ടിൽ പോകുന്ന ആൻറ്റി കണ്ടോ, ഈ ആൻറ്റി ഞങ്ങളുടെ ഓട്ടോയിൽ കയറാൻ വരും. ഞങ്ങളിത് ഇങ്ങനെ നടന്നു. ഇനി ഓട്ടോ കയറണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പോകണം. കാരണം ബസ് എപ്പോഴും അവിടെ നിർത്തത്തില്ല. അപ്പോൾ ഞങ്ങൾക്കിത് എവിടെ തന്നപ്പോൾ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. ഓട്ടോയ്ക്കകത്ത് ഞങ്ങൾ കയറി. ഇത് നമ്മുടെ SP കോളേജ്, അമ്മമ്മ SP കോളേജിൻ്റെ അവിടെ ഇറങ്ങും. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ തേണ്ടേ ഓട്ടോയിൽ. ആ ചേച്ചി നമ്മുടെ അടുത്ത് തന്നെയുള്ള ചേച്ചിയാണ്. ആ ചേച്ചി കൊണ്ട് നമ്മളോട് അവിടെ വരെ നമ്മുടെ ഓഫീസിലോട്ട് വന്ന എൽസോട് ഓഫീസിലേക്ക് വന്ന സ്റ്റെപ്പൊക്കെ കയറി വലതുകാല് വെച്ച് ഹിരത്തോടെ തന്നെ കയറി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇന്നത്തെ ദിവസം അനുഗ്രഹമൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 5 മണി വരെ നമ്മുടെ പണിയിലായിരിക്കും. അങ്ങനെ നാം ദൈവത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനെൻ്റെ ജോലിയൊക്കെ ചെയ്ത് 2:30 കഴിഞ്ഞപ്പോൾ നമുക്ക് കോഫി വന്ന് കോഫി കുടിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ ജോലികളെല്ലാം തീർത്ത് നമ്മൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയ്ക്കായി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഓട്ടോ കിട്ടി. പിന്നെ നമ്മൾ ചങ്ങനാശ്ശേരിക്കാണ് പോകേണ്ടത്. ഓട്ടോയ്ക്ക് കയറിയപ്പം നമ്മുടെ ഈ ചേച്ചിയുടെ ഇന്നത്തെ ലാസ്റ്റ് ദിവസമായിരുന്നു ഓഫീസിലെ. അങ്ങനെ ഞങ്ങൾ SP കോളേജിൻ്റെ അവിടെയുള്ള ഒരു പെനി എന്ന് പറഞ്ഞ ഐസ്ക്രീം പാർലറിൽ കയറി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറേ ഫ്ലേവേർഡ് ആയിട്ടുള്ള കുറേ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഈ ചേച്ചിയും ഒരു ഫ്ലേവറിൻ്റെ ഐസ്ക്രീം വാങ്ങി. ഇച്ചിരി എരിവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പേരക്ക ആയിരുന്നെന്ന് തോന്നുന്നു ഫ്ലേവർ. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ടുള്ള നടത്തമായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കത് ട്രെൻഡ്സിൽ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ട്രെൻഡ്സിൽ കയറാമെന്ന് ഓർത്ത്. ട്രെൻഡ്സ് ഓഫർ ഡേ ആയിരുന്നു. അപ്പോൾ ട്രെൻഡ്സിൽ കയറി അവിടെ നിന്ന് ഇറങ്ങി. വെറുതെ ഒന്നും മേടിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്ന് കയറി ഇറങ്ങി 2 ഫോട്ടോസൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി. കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നോക്കി പെറുക്കി ഇറങ്ങി. അവിടുന്ന് ചാടി നേരെ ഇടയ്ക്കത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ബസ്സിൽ കയറി ഞങ്ങൾ വരുന്ന വഴിയാണ് ഇതൊക്കെ. ബസ്സൊക്കെ കയറി വീട്ടിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ബസ്സിലും കുറേ നേരം ഇരുന്ന് വീട്ടിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം എൻ്റെ തയ്ക്കാൻ തുണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണിയും മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഇനി കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോകാം. ബൈ ബൈ, സീ യു.